എല്ലാവരും ഇപ്പോൾ ബൺമസ്കയായിട്ട് പല ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മളത് കഴിക്കാനായിട്ട് പോയപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല. ഏതായാലും ഇപ്പോൾ വഴിയരികിൽ നിന്ന് നമുക്ക് കണ്ട് കഴിക്കാൻ പറ്റി. കൊച്ചിയിലെ ചായ് കപ്പലിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് എല്ലാവരും ഈ ബൺമസ്ക പലയിടത്തായിട്ട് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് എങ്കിലും അത് പബ്ലിക്കിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, ഒരു ടീപ്പോയി ഇട്ടിട്ട് അത് സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. അതിന് നല്ല ഗഡ്സ് തന്നെ വേണം. അത് നമ്മൾ കണ്ട് എന്ന് വിചാരിച്ചിട്ട് അത്ര എളുപ്പത്തിൽ അതിനെ പ്രാബല്യത്തിൽ വരുത്താനായിട്ട് സാധിക്കില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് തയ്യാറെടുപ്പുകളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു സംരംഭം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ളവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ബൺമസ്ക മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലും ഒരു റെസിപ്പിയുമായിട്ട് ഇറങ്ങിയാലും ഇത്തരത്തിൽ സക്സസ് ആകും. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും റെസിപ്പീസും കൂടെ ഇതിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. ബണ്ണിനല്ല, സ്പൈസി ആയിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും ഇത് സക്സസ് ആവും എന്ന് പറയണം. ഏതായാലും നമ്മൾ 4 ബണ്ണും അതുപോലെ 2 ടീയും 4 ടീ എടുക്കണം എന്നാണ് പറയുക. പക്ഷെ നമ്മൾ 2 ടീ എടുത്തിട്ടുള്ളൂ. നമുക്കത് മതിയായിരുന്നു. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല. കുട്ടികളൊക്കെ കഴിച്ചു. ഏതായാലും നല്ലൊരു അടിപൊളി സംരംഭം തന്നെയാണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്.